ഹായ്, ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഇവിടെ സ്വാങ്ങിനടുത്ത് ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റിലോട്ട് ഒരു ഹൈക്കിംഗ് നടത്തുകയാണ്. നമുക്ക് ഫോറസ്റ്റിനുള്ളിലോട്ട് പോകണം. ആ ഫോറസ്റ്റും സേഫാണ്, കമ്പാരിറ്റീവ് സേഫാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ട് വൈൽഡ് ആനിമൽസോ ഒന്നും തന്നെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നോക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാനുള്ളത് ഇത് ക്രീൻഷോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നോർവേയിലെ ക്രീൻഷോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റുഡൻറ്റ് വില്ലേജാണ്. ഇത് വലിയൊരു കോമ്പൗണ്ടാണ്. ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10 ഏക്കേഴ്സെല്ലാം വരും. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സ്റ്റുഡൻറ്റ്സ് വില്ലേജ് ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ്സ് വില്ലേജ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്സ് അക്കോമഡേഷന്, സ്റ്റുഡൻസിന്, മാസ്റ്റർ സ്റ്റുഡൻസിനും, PhD അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടേഴ്സ്, അവരൊക്കെ ഫാമിലിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അക്കോമഡേഷനാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഫോറസ്റ്റോട്ട് പോകാൻ ഇങ്ങനെ ക്രോസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ഈ സ്റ്റുഡൻസ് വില്ലേജ് മൊത്തം നടക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 6-10 എൻട്രി ആകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ കണ്ടമാനം കാറുകളൊക്കെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിനകത്തൊക്കെ പല ആളുകളും വന്ന് രാത്രിയിലെല്ലാം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ അങ്ങനെ പെട്ടെന്ന് അവിടെ കാണാനൊന്നും കഴിയില്ല, എവിടെയാണെന്നൊന്നും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മഴ തുള്ളിയിടുന്നുണ്ട്. പക്ഷെ ഞാൻ മുൻകൂട്ടി കണ്ട് ഇന്നലെ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് കുട എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇത്ര നേരം നടന്ന് ഏകദേശം 3-3.5 കിലോമീറ്ററോളം എന്തായാലും നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ ഞാൻ ഒരാളെപ്പോലും ഞാൻ ഇവിടെ കണ്ടില്ല. പക്ഷേ ആളുണ്ടാവും, എന്തായാലും ഇവിടെയൊക്കെ ഉണ്ടാവും ആള്. കാടിനകത്തൊക്കെ ആളുകളുണ്ടാവും. സാധാരണ രാവിലെ ഒരു സമയത്ത് ഇങ്ങനെ ആളുകൾ ഓടുന്നൊക്കെ കാണാറുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരിക്കലും നാട്ടിലെ പോപ്പുലേഷനായിട്ട് നാട്ടിലെ തിരക്കിനും പോയാൽ മതി. പിന്നെ ഇവിടെ ഒരിക്കലും തിരക്ക് കമ്പയർ ചെയ്യരുത്. നാട്ടിലെ പോപ്പുലേഷൻ കൂടുതലല്ലേ, ഇവിടെ ആൾ കുറവല്ലേ. പക്ഷെ ഉണ്ടാവാറുണ്ട് ചിലപ്പം. പിന്നെ ഇവരൊക്കെ നേരത്തെ വന്ന് ഓടിപ്പോയിട്ടുണ്ടോ ഏകദേശം. ഇതിങ്ങനെ ഉള്ളിൽ. പിന്നെ ഇത് ലേക്കാണ്, സോങ്സ്വാൻ ലേക്കിൻ്റെ അപ്പുറത്ത് വലിയ കാടാണ്. ഈ ലേക്കിൻ്റെ ഇതും കാട് തന്നെയാണ്, കംപ്ലീറ്റ് കാട് തന്നെ. കാടിൻ്റെ സൈഡിലുള്ള ലേക്കാണ് ഇതൊക്കെ വരുന്നത്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ നടന്നുകൊണ്ട് അത്യാവശ്യം വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്.
കുറേ നടന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മുകളിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആളൊന്നും ഇതുവരെ കണ്ടില്ല. പക്ഷേ ക്യാമ്പിനകത്ത് കണ്ടമാനം കാളുകൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് സംശയമാണ്. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഒരു കളർ കണ്ടില്ലേ? അപ്പോൾ ഞാൻ കയറി ദൂരത്ത് നോക്കിയപ്പോൾ അതൊരു ആഹാരം നിൽക്കുകയാണെന്ന്. പിന്നെ ഇവിടെ ഒന്നുമില്ല. ആകെയുള്ള ഒരു ഇവിടെയുള്ള ഈ കാട്ടിനകത്തുള്ള ആകെയുള്ളൊരു മൃഗം അവിടെ കാണുന്നുണ്ട്. കാണുന്നില്ലേ? അത് പോയോ? ഒരു കുറുക്കനെ പോലെ, കുറുക്കൻ്റെ പോലുള്ള സാധനം, ഒരു നമ്മുടെ നാട്ടിലെ കുറുക്കൻ്റെ പോലുള്ള ഒരു മൃഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ 5-5 കിലോമീറ്റർ ആയിട്ടുണ്ടോ എന്തായാലും. ഇങ്ങനെ ഞാൻ ഓൾറെഡി മാപ്പെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഒരു പോയിന്റിലെത്തും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 8-9 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. പക്ഷെ എത്ര ദൂരം നടന്നു ഞാൻ ഇതുവരെ ഈ വാഹനങ്ങളൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ ആളുകളെയും കണ്ടില്ല. വാഹനങ്ങൾ കാണില്ല. എന്തായാലും വാഹനങ്ങൾക്ക് ഇതിലുള്ള പെർമിഷൻ ഇല്ല. റോഡുണ്ട്, പക്ഷെ ആ റോഡ് സൈക്ലിങ്ങിനാണ്. സൈക്കിൾ ചവിട്ടി പോകാൻ ഒരു സൈക്ലിംഗ് ഒക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സൈക്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഹലോ, എന്തോ സൗണ്ട് ഒന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ തോന്നിയതായിരിക്കും. പിന്നെ ഇവിടെ എല്ലാം ഇലക്ട്രിക് പോസ്റ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഇതെല്ലാം ഉണ്ട്. ഒരുപക്ഷെ രാത്രി ഇവിടെ എല്ലാം ലൈറ്റ് കത്തുന്നുണ്ടാവും. പിന്നെ സീറ്റുകളുണ്ടോ? സീറ്റ് ഇരിക്കാനുള്ള സീറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ കുറേ ആളുകൾ ഇതിൻ്റെ കാടിൻ്റെ ഉള്ളിലൂടെ കയറും, ഇതിന് നടവഴിയിലൂടെ കയറും. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാകുമ്പോൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, സേഫല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ് വഴി തന്നെ ഇങ്ങനെ പോയി നോക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കൂടുതലായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിതുവരെ ആളെ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ പുറകോട്ട് നടക്കുന്ന കാര്യമില്ല. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവിടെ രാവിലെ വരുമ്പോൾ സമയത്ത് തന്നെ നോക്കിയിട്ടുണ്ട് മാപ്പിൽ. പക്ഷെ ഈ വഴിക്കൊന്നും ആളെ കണ്ടില്ല. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാം. ഇത് ഭയങ്കര കുത്തനെ കയറ്റാണ്. വീഡിയോയിൽ അത്രത്തോളം തോന്നുന്നില്ല, പക്ഷെ ഭയങ്കര കയറ്റാണ്, നല്ല കയറ്റാണിത്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും കാണുന്നുണ്ട്, വണ്ടിയെല്ലാം കാണുന്നുണ്ട്.
ഫോർഡിൻ്റെ വണ്ടി, ബെൻസിൻ്റെ വണ്ടി, ടൊയോട്ടേൻ്റെ വണ്ടി എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആളില്ല. ഉണ്ടോ? എത്രയോ നടന്നൊരു സ്ഥലത്തെത്തിയാണ്, പക്ഷെ ആളില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ എവിടേക്കാണ് പോകുന്നറില്ല. എന്നാൽ പോലും ഇവിടെ എത്ര കുറേ ദൂരം നടന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ വണ്ടിയുണ്ട്, ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ. പിന്നെ അവിടെ ഇങ്ങനെ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ മോഡലൊക്കെ ഫ്രിഡ്ജിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കിളികളുടെ സൗണ്ടും ഉണ്ട്. എന്നാലും ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ. ഇനി ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ പോയി, ഒരു പിടി കിട്ടുന്നില്ലല്ലോ. കിടന്നുറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം ഇവിടുത്തെ 8:10 അങ്ങാണ്ടായി, 8:10 ആയി. ഇവിടുത്തെ 8:10 എന്ന് പറയുമ്പോൾ നാട്ടു ഉച്ചയായി. കണ്ട ലൈറ്റ് ഉണ്ട്, ഇത്ര അധികം ടേബിളുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പാളം ഇവിടെ നല്ല ഷോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നോക്കായിരുന്നു. പക്ഷെ എന്തായിരിക്കും, ഒരു പിടി കിട്ടുന്നില്ല. എന്താ ഫ്രിഡ്ജിനകത്തൊക്കെ സാധനങ്ങളുണ്ട്, പക്ഷെ വേറെ സിസ്റ്റമാണ്. എന്താ വെച്ചാൽ കാശ് ഇടുക, സാധനം വരുന്നത്. റെഡ് ബുള്ളുണ്ട്, പെപ്സി ഉണ്ട്. അതിനകത്ത് 40 ക്രോൺ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെപ്സി വരും. 40 ക്രോൺ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 400 ഉറുപ്പിക ചെറിയൊരു പെപ്സി കിട്ടും. സൗണ്ട് പെട്ടെന്ന് ഫ്രിഡ്ജിനുള്ള സൗണ്ട് വന്നപ്പോൾ പേടിച്ചു പോയി. അതാണ് കാര്യം. എന്തായാലും ഇവിടെ ആളെ കാണുന്നില്ല. ഹലോ, ഇതിപ്പോൾ ഏകദേശം ഒരുപാട് ദൂരം എത്തിയിട്ടുണ്ട്. പക്ഷേ ആളുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുറകെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരാളെ കണ്ട്. ആൾ നല്ല സ്ത്രീയാണ്, പക്ഷെ ഞാൻ ദൂരത്തുനിന്നേ കണ്ടത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുണ്ട ചെറിയ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ മുടിയൊക്കെ പാടൊക്കെ ഊച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരം സ്ത്രീയാണ് പുരുഷനാണ് കറക്റ്റ് അറിയില്ല ഒരാളെ കണ്ട്. അപ്പോൾ ആ രൂപം കണ്ടപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് പേടിയായ പോലെ ആയി. പക്ഷെ സേഫാണ്. എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, ജ്യൂസ് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ. ജ്യൂസ് ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക്. പക്ഷേ ഈ കൺട്രി നല്ല സേഫാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എല്ലാ ആളുകളും പറഞ്ഞത്. പക്ഷെ എന്തായാലും നമ്മൾ ഒരുപാട് ആളുകളെ ഇടയിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം ഇത്രയും ദൂരം വന്ന് ആരെ കണ്ടില്ല, പോരുന്ന വഴിയിലൊന്നും ആളെ കണ്ടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും പകുതി ഒറ്റം വന്നിട്ട് ഇനി തിരിച്ച് അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടി ഇപ്പോൾ ഇവിടെ ഒറ്റം വന്നപ്പോൾ നമുക്ക് മനസ്സിലായോ ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് അല്ലേ. പക്ഷെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്, ഭയങ്കര രസമെന്ന്, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഇത്. ഇനിയും ഇവിടുന്ന് നടക്കാനുണ്ട്, പക്ഷെ നമ്മളെന്തായാലും നടക്കുന്നില്ല. ഇവിടെയും താറാവൊക്കെ ഉണ്ട്. കുന്നിൻ്റെ മലയുടെ മുകളിൽ ഫോറസ്റ്റിൻ്റെ ഉൾഭാഗത്ത് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലായിരിക്കും ഇത്. താറാവ് ഹലോ. ഇവിടെ ആളുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങുമ്പോൾ ആ ബിൽഡിങ്ങും ഒക്കെ കാണുന്ന ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി, ഒരു മെയിൽ ഇറങ്ങിപ്പോയി ആണ്.
പിന്നെ അതിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ആ സ്ത്രീ വന്ന് ഇവിടെ കൂടെ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ കോഫി കുറച്ച് അപ്പുറത്ത് ഇവിടെ ഉള്ളിടത്ത് കൊണ്ടു കൊടുക്കുന്നത് കണ്ടു.